ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വൈകുന്നേരത്തെ ഒരു ചായ പരിപാടിയൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ അതായത് അടുത്ത വീട്ടിലെ ഒരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റീൻ്റെ വീട്ടിൽ ഇതിൻ്റെ മരം ഉണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി അതെടുത്ത സമയത്ത് എല്ലാ വർഷവും നമ്മൾക്ക് തരാറുണ്ട്. അപ്പോൾ ഈ വർഷവും തന്നു. അപ്പോൾ ഞാനൊരു കഷ്ണം വേറൊരു ആൻറ്റിക്കും കൊടുത്ത് ഒരു കഷ്ണം ഞാൻ എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഞാനിന്ന് പഴം ഉണ്ടായിരുന്നേ, കുറച്ച് പഴം വാങ്ങിച്ചത്. ഇങ്ങനെ കളറ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പഴം കഴിക്കാനും ഒരു മടിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പം കഴിക്കും. അങ്ങനെ ഞാനിതാ വൈകുന്നേരം ചായക്ക് പഴംപൊരി ഉണ്ടാക്കിയതാണ്. അപ്പോൾ പഴംപൊരി ഇതാ നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ആകുമ്പം ഈ ചീനച്ചട്ടിയിൽ ഞാനിങ്ങനെ പഴംപൊരി കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കാം കേട്ടോ, എണ്ണയിലുള്ള സാധനങ്ങൾ. പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. പിന്നെ വെള്ളപ്പം ചുടാൻ മാത്രം. അപ്പോൾ ഇതിലൊക്കെ വെള്ളപ്പം ചുടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന വെള്ളപ്പം. നോൺ സ്റ്റിക്കിനേക്കാളും കൂടുതലിഷ്ടം ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന കേട്ടോ. ഇപ്പോൾ ഞാനിതിലുണ്ടാക്കിയിട്ട് നന്നായിട്ട് മയം വന്ന് തുടങ്ങി. പിന്നെ ബാക്കി ഇങ്ങനത്തെ പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളൊക്കെ ഈ ചീനച്ചട്ടിയിലുണ്ടാക്കുക. അങ്ങനെ ഇതാ വൈകുന്നേരത്തെ ചായക്ക് കടിക്ക് നല്ല വീർത്തുരുണ്ട പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് പഴംപൊരി കേട്ടോ. എണ്ണയൊന്നും അധികം കുടിക്കൂലേ. അപ്പോൾ അത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ചായ തളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അമ്മയ്ക്ക് കട്ടൻ ചായ മതി, എനിക്കാണെങ്കിൽ ഞാൻ ഗ്രീൻ ടീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കി. അപ്പോൾ 2 പേർക്കും ഞാൻ അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഴംപൊരി ചുടുമ്പോൾ തന്നെ അത് എന്ന് പറഞ്ഞിട്ട് ചിലവാകും കേട്ടോ. കുട്ടികൾ ചുടുമ്പോൾ തന്നെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോവേ. അപ്പോൾ അത് ആ പഴംപൊരിയൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രീൻ ടീൻ്റെ ഒരു കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒന്ന് വെയിലൊന്ന് കൊള്ളിച്ചത് കേട്ടോ. ഇങ്ങനെ അടിയിൽ കുപ്പീൻ്റെ അടിയിലാകുമ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെ വരുമല്ലോ. അപ്പോൾ ഞാനൊക്കെ എടുത്ത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് വെയിലൊക്കെ ഒന്ന് കൊള്ളിച്ചതാണ്. അപ്പോൾ അത് അമ്മയ്ക്ക് കട്ടൻ ചായക്ക് ഞാൻ സെപ്പറേറ്റ് വെള്ളം തിളച്ചതിന് ശേഷം ലൈറ്റ് കട്ടനേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും മധുരമില്ലാത്ത ചായ കുടിക്കുന്നതുകൊണ്ടേ ഞാൻ അതിലേക്ക് കുറച്ച് കട്ടന് മാറ്റി കുറച്ച് ഗ്രീൻ ടീ ആക്കിയിട്ട് ഞങ്ങളിത് ആ പഴംപൊരിയും ചായയും കുടിക്കുക കേട്ടോ. അപ്പോൾ അമ്മ TV അവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചായ ആയിട്ടുണ്ട്, ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ചായയൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ആകെ ഞാൻ 2 പഴം കൊണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ കഴിക്കാൻ ആളും ഇല്ല. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. പിന്നെ ഞാൻ ആ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഉണ്ടാക്കി അമ്മയ്ക്ക് ചായ കുടിക്കാനായി എന്നും പറഞ്ഞിട്ട് അമ്മേനെയും വിളിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയതാട്ടോ. നല്ല സൂപ്പർ പഴംപൊരി റെഡിയായി. നല്ല കട്ടൻ ചായ ചെയ്തു കേട്ടോ. കട്ടൻ ചായ നമ്മതാ ചായ കുടിക്കാൻ വേണ്ടി റെഡിയായി വന്നിട്ട് പകുതി ഉറക്കത്തിൽ അവിടെ തുറന്നു വെച്ചെങ്കിലും TV കാണുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഉറക്കുക കേട്ടോ. പകുതി ഉറക്കമൊക്കെ ആയി. അപ്പം ഞാൻ എന്താ പറയുക, ഒരു തുണിയിലട്ടോ ഈ പഴംപൊരി ഇങ്ങനെ ആക്കി വെക്കല്. എന്താ പറയുക, എണ്ണ അങ്ങനെ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തുണി കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമല്ലോ, ഒന്ന് ഒപ്പിയെടുക്കും കേട്ടോ. അപ്പോൾ അപ്പുറത്ത് അവിടെ പാട്ടിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ഇതാ പഴംപൊരിയും ചായയും ഞാൻ കൊണ്ടുവച്ചിട്ട് അമ്മയ്ക്കും കൊടുത്ത് അമ്മേനോട് ഞാൻ ചോദിക്കേണ്ടത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. അമ്മ പറഞ്ഞാൽ അമ്മ കഴിക്കില്ല, കഴിച്ചതിന് മുന്നേ തന്നെ അമ്മ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു കഷ്ണം കടിച്ചിട്ട് പറഞ്ഞാൽ സൂപ്പറാണെന്നും പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് കുറച്ച് സിറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ കുഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റും ലൈക്കും ഷെയറും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ എനിക്ക് എല്ലാവരും ഒന്ന് കാണുന്നവരൊക്കെ ഒരു മെസ്സേജൊക്കെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. താങ്ക്